കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂർ പട്ടണത്തിലേക്കുള്ള വഴിയിൽ 28 കിലോമീറ്റർ തെക്കോട്ട് മാറി ദേശീയപാത 544 ഓരത്ത് തലയുയർത്തി പിടിച്ച് യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശവുമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ് ചാലക്കുടി സെന്റ് ജോൺ CSI ദേവാലയം. ചാലക്കുടി താലൂക്കിന്റെ കിഴക്കേ അതിര് തമിഴ്നാടാണ്. പടിഞ്ഞാറ് സെന്റ് തോമസ് കപ്പലിറങ്ങിയ മുസരിസ് എന്ന കൊടുങ്ങല്ലൂർ, വടക്ക് തൃശ്ശൂരും തെക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായ അങ്കമാലിയും സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ ബുദ്ധമത കേന്ദ്രമായിരുന്നു പണ്ട് ചാലക്കുടി. കേരളത്തിലെ ഏറ്റവും നീളമുള്ള 5ാമത്തെ പുഴയായ 144 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ നിരവധി യാഗങ്ങൾ നടന്നിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അനവധി ശാലകൾ അടങ്ങുന്ന കുടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാകാം ശാലക്കുടി എന്ന പേര് ഉരുത്തിരിഞ്ഞതും പിന്നീട് അത് ചാലക്കുടി ആയതും എന്ന് കരുതുന്നവരുണ്ട്. അതിപ്രാചീന കാലം മുതൽ കേരളത്തിന്റെ പ്രധാന തുറമുഖമായിരുന്ന മുസിരീസുമായി നദീമാർഗ ബന്ധമുള്ള ഒരു പ്രദേശമായിരുന്നു ചാലക്കുടി. ഇതുവഴി കൊച്ചി തുറമുഖമായും ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. 1920-30 കാലഘട്ടത്തിൽ പ്രശസ്തനായ റോബർട്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിൽ കൊച്ചി തുറമുഖ വികസനം നടന്നു. തുറമുഖത്തിന്റെ ഭാഗമായി അറബിക്കടലിൽ നിന്ന് മണൽ കൊണ്ടുവന്ന് വലിയ കൃത്രിമ ദ്വീപ് രൂപപ്പെടുത്തി. അതാണ് ഇന്നത്തെ വെല്ലിംഗ്ടൺ ദ്വീപ്. ദ്വീപ് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലും മണലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ തുറമുഖ നിർമ്മാണത്തിനായി അനവധി തൊഴിലാളികളെയും സമീപ പ്രദേശങ്ങളായ ചാലക്കുടി, ആലപ്പുഴ, തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നത്. ചാലക്കുടി ദേശം എന്ന ചുറ്റുപാടും വനനിബിഡമായിരുന്നതിനാൽ വന ഉൽപ്പന്നങ്ങൾ, മരത്തടികൾ, ലാറ്ററൈറ്റ് കല്ലുകൾ, കോക്കനറ്റ്, കയറ്, കൃഷി വസ്തുക്കൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു. പുരാതന കാലം മുതൽ വാണിജ്യ കേന്ദ്രമായ ചാലക്കുടി ചന്തയും പ്രസിദ്ധമാണ്. മലഞ്ചരക്കുകളും സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ പ്രധാനമായും കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ പലതും ട്രാംവേ വഴിയും തുടർന്ന് ട്രെയിൻ മാർഗവും കൊച്ചിയിലേക്കും അതുപോലെ കയറ്റുമതിക്കും കൊണ്ടുപോയിരുന്നു. സഭാചരിത്രം നോക്കുമ്പോൾ 1947 CSI സഭ രൂപം കൊള്ളുന്നതിന് മുമ്പും ചർച്ച് മിഷൻ സൊസൈറ്റി CMS മിഷണറിമാർ ചാലക്കുടി പ്രദേശത്ത് അന്ന് അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 1836 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിൽ കൊച്ചി സെന്റ് ഫ്രാൻസിസ് ഹെറിറ്റേജ് ബംഗ്ലാവിൽ അവർ താമസിച്ചുകൊണ്ട് തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും CMS മിഷണറിമാർ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി വന്നു. അവർ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലും അതോടൊപ്പം ചാലക്കുടി, പരിയാരം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു. 1842 CMS മിഷണറി ആയിരുന്ന റവറൻ ഹെൻറി ഹാളി ചാലക്കുടിയിലെത്തി. അദ്ദേഹത്തിന് സഹായിയായി പിന്നീട് സാമുവൽ റൈഡ് എന്ന മിഷണറിയും കടന്നു വന്നു. തൊഴിലാളി കുടുംബങ്ങൾക്കും ദരിദ്രർക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ലക്ഷ്യത്തോടെ അവർ മിഷൻ കേന്ദ്രങ്ങൾ തുടങ്ങി വെക്കുകയും പരിയാരം കേന്ദ്രമാക്കി ഒരു നെയ്ത്തുശാലയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ആരംഭിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ സെറ്റിൽമെന്റ് ഏരിയയിൽ കുട്ടികൾ പഠനത്തോടൊപ്പം ചെറിയ തോതിൽ പരിശീലനവും നേടിയതായി പറയപ്പെടും. ഇവിടെ ആരംഭിച്ച സ്കൂളിൽ പിന്നീട് ചാലക്കുടിയിലെ ആംഗ്ലിക്കൻ മലയാള ആരാധനയും നടത്തി വന്നിരുന്നതായിട്ട് മനസ്സിലാക്കും. റവറൻ ഹെൻറി ആളിയെ തുടർന്ന് റവറൻ JH വിൽക്കിൻസൺ, റവറൻ W സ്മിത്ത്, റവറൻ F ബവർ, റവറൻ JH ബിഷപ്പ് തുടങ്ങിയ മിഷണറിമാരുടെ സേവനവും അങ്ങനെ ചാലക്കുടിയിലെ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് ലഭ്യമായി എന്ന് പറയപ്പെടും. 1867-77 കാലഘട്ടങ്ങളിൽ F ബവറിന്റെ കാലത്താണ് നമ്മുടെ ഇന്നത്തെ സെന്റ് ജോൺ CSI ദേവാലയം സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 7.5 സെന്റ് സ്ഥലം ആരാധനയ്ക്കായിട്ട് വാങ്ങിയത്. അതിൽ ഉണ്ടായിരുന്ന ഓലമേഞ്ഞ വീട്ടിലാണ് പിന്നീട് ആരാധന നടത്തി വന്നത് എന്ന് പറയപ്പെടും. തുടർന്ന് റവറൻ JH ബിഷപ്പ് 1880-87 കാലഘട്ടത്തില് അന്ന് സഭാംഗങ്ങൾ മരണപ്പെട്ടാൽ അടക്കം ചെയ്യുന്നതിന് ചാലക്കുടി സർക്കാർ ശ്മശാനത്തിന് സമീപം 13 സെന്റ് സ്ഥലം സെമിത്തേരിക്കായിട്ട് വാങ്ങിച്ചു എന്ന് മനസ്സിലാക്കുന്നു. കേവലം ഒരു ഗ്രാമമായിരുന്ന ചാലക്കുടി പ്രദേശം വ്യവസായികമായും വാണിജ്യപരമായും വിദ്യാഭ്യാസപരമായും പുരോഗമിച്ചതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജോലി സംബന്ധമായിട്ടും മറ്റുമൊക്കെ ഈ ദേശത്ത് സ്ഥിരതാമസമാക്കിയായ പല ക്രിസ്തീയ കുടുംബങ്ങളും സഭയുടെ അംഗങ്ങളായി ചേർന്നതോടെ ആരാധനയ്ക്കുള്ള ഈ സ്ഥലം മതിയാകാതെ വരികയും ഈ വിഷയം സഭയുടെ ഒരു പ്രാർത്ഥനാ വിഷയമാകുകയും ചെയ്തു.
ഈ കാലഘട്ടത്തിൽ സഭ തിരുവിതാംകൂർ കൊച്ചി മഹായിടവകയുടെ കീഴിലായിരുന്നു. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി CSI സഭ രൂപീകരിക്കപ്പെട്ടതോടെ ഇത് ഇന്നത്തെ അന്ന് ഉത്തര കേരള മഹായിടവകയുടെ ഭാഗമായി ചാലക്കുടി സഭ ആലുവ ഇടവകയുടെ ഉപസഭയായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് ചാലക്കുടി സഭ ഊരകം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഇടവകയായി ഉയർത്തപ്പെട്ടു. ശേഷം ചാലക്കുടിയിൽ നിന്ന് വേർപെടുത്തി ഇരിങ്ങാലക്കുടയും കൊടുങ്ങല്ലൂരുമായി ചേർത്ത് ഊരകം ഇടവകയായി മാറിയപ്പോൾ ചാലക്കുടി സെന്റ് ജോൺ CSI ദേവാലയം ദേശീയ പാതയിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി ഒരു ഇടവക ദേവാലയമായിട്ട് ഇന്ന് നിലകൊള്ളുന്നു. അതിന്റെ ഭാഗമാകുവാൻ എനിക്കും കഴിഞ്ഞത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു.